ഏറെ സ്നേഹത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത്. ടോപ്പ് സിംഗർ താരമായ കൗശിക്കിനൊപ്പമുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. പിന്നാലെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചു. ചിത്രത്തിന് താഴെ മീനാക്ഷിയോട് ഈ ചോദ്യം നിരവധി പേർ നേരിട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കൗശിക്കും ഒന്നിച്ച് ഒരു ആൽബം ചെയ്തിരുന്നു. അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ചെയ്ത ഫോട്ടോസ് ആണ് അതൊക്കെ. താനും കൗശിക്കും തമ്മിൽ 6 വർഷത്തെ പരിചയമാണ്. ടോപ്പ് സിംഗറിന്റെ ആദ്യ സീസൺ മുതൽ ഉള്ളവരുമായി അടുത്ത ബന്ധം തനിക്കുണ്ടെന്ന് മീനാക്ഷി പറയുന്നു. തങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട്. മീനാക്ഷിയുടെ അച്ഛൻ അനൂപും ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലെ പല ചർച്ചകളും കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും കൗശിക്കിന്റെ കുടുംബവുമായി നല്ല അടുപ്പത്തിലാണെന്നും മീനൂട്ടിയും കൗശിക്കും നല്ല കൂട്ടുകാരാണെന്നുമാണ് അനൂപ് പറഞ്ഞത്. സോഷ്യൽ മീഡിയ വഴി പ്രപ്പോസലുകൾ വരാറുണ്ടെന്നും മീനാക്ഷി പറയുന്നുണ്ട്. വിൽ യു മാരി മീ എന്ന മെസ്സേജുകൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുമില്ല. ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ അയക്കാലോ. ഇൻസ്റ്റഗ്രാം വഴി വരുന്നത് ആത്മാർത്ഥ പ്രണയമൊന്നുമല്ലല്ലോ. ചിലപ്പോൾ സുഹൃത്തുക്കളുമായി ഒന്നിച്ചിരിക്കുമ്പോൾ അയക്കുന്നതായിരിക്കാം. ഇൻസ്റ്റഗ്രാമിൽ ഇത്തരം മെസ്സേജുകൾ നിരവധി കാണാറുണ്ട്. പക്ഷേ ആരും നേരിട്ട് വന്ന് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നും താരം പറയുന്നു. ടോപ്പ് സിംഗറിന്റെ ഫ്ലോറിനെ പറ്റിയും പറയുന്നുണ്ട്. തന്നെപ്പോലെ അവിടെ ഒരു പ്രശ്നക്കാര് വേറെ ഇല്ല. താൻ MG അങ്കിളിൽ നിന്ന് കൈനീട്ടമൊക്കെ ചോദിച്ചു വാങ്ങും. ഡ്രസ്സ് എടുത്ത് തരാൻ പറയും. ഗിഫ്റ്റ് ഒക്കെ ചോദിച്ചു വാങ്ങും. ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത് തനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേപ്പർ പൊതിഞ്ഞു തന്നാലും താൻ ഹാപ്പിയാണ്. ടോപ്പ് സിംഗർ കാണാൻ വരുന്നവരൊക്കെ ഒരുപാട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. 2-3 പവന്റെ വളയൊക്കെ തന്നിട്ടുണ്ട്. അത് തനിക്ക് കുറച്ച് വലുതാണ്. ഇപ്പോൾ തന്റെ അമ്മ ഇട്ട് നടക്കുന്നുണ്ടെന്നും മീനാക്ഷി പറയുന്നുണ്ട്. എല്ലാവരുടെയും ആയിരുന്നു. അതെനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ആ സമയത്താണല്ലോ കുറച്ച് മൂവീസ് ഒക്കെ ചെയ്തോണ്ടിരുന്നത്. ഒപ്പമായാലും അതൊക്കെ ഏകദേശം ഒരു പ്രായമാണ്. അപ്പം അവിടുത്തെ ഏറ്റവും ചെറുത ആള് ഞാൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രയോറിറ്റി നമുക്ക് ഉണ്ടല്ലോ. പിന്നെ മീനൂട്ടിയല്ലേ രാജുവേട്ടനെ ആണെങ്കിൽ കാനയിലോട്ട് ഇറക്കി. ഞാൻ അതൊക്കെ ചെയ്ത ആള്. ഇപ്പം അവരായിട്ട് ആരെങ്കിലും പിന്നീട് കണ്ടിട്ടോ കാണാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പ്രോഗ്രാമിന് ചെല്ലുമ്പോഴായാലും ഒക്കെ എല്ലാരും കാണാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മീനൂട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടനും പ്രിയൻ സാറും ഒരുമിച്ചിട്ടുള്ള മൂവി ഒപ്പത്തില് അതും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ അതിനകത്ത് ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ലാലേട്ടന്റെ ഒപ്പം ഒരുപാട് കോമ്പിനേഷൻസ് ഉള്ള ഒരുപാട് സീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ബോൺ ആക്ടറാണ്. അപ്പൊ ലാലേട്ടന്റെ ഒപ്പം നടക്കുമ്പോ എന്തെങ്കിലും ലാലേട്ടനിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അത് ഇപ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചേനെ. ആ സമയത്തായതുകൊണ്ട് എങ്ങനെയെങ്കിലും ആരുടെങ്കിലും ഒക്കെ വഴക്കുണ്ടാക്കുക അങ്ങ് പോവാന്നുള്ളതല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് ഇത് നമ്മൾ ഭയങ്കര ഒരു സംഭവമാണ് നമ്മുടെ മുന്നിൽ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ പിന്നെയും ഈവൻ ഇപ്പം ലാലങ്ങളെ കാണുമ്പോൾ പോലും ഞാൻ ചിന്തിക്കും, അയ്യോ അങ്ങനെ വിചാരിക്കില്ല, അയ്യോ ലാലങ്ങളുടെ കൂടെയല്ലേ ഞാൻ അഭിനയിച്ചത്. ഇപ്പൊ പ്രിയനങ്ങൾ വിളിക്കുമ്പോ ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഇപ്പൊ അവര് പണ്ടത്തെ ഇതിൽ തന്നെ ആയിരിക്കും സംസാരിക്കുക. പക്ഷെ നമ്മൾ ഭയങ്കര അയ്യോ ഇവരുടെ കൂടെ ആണല്ലോ ഞാൻ ചെയ്തത് എന്നൊരു സംഭവം, ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴുണ്ട്. പക്ഷെ ആ സമയത്ത് അതൊന്നും ഇല്ല. ഭയങ്കര കൂട്ടായിട്ട് ചിലപ്പോ അതുകൊണ്ടായിരിക്കും അത്ര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ ടോപ്പ് സിംഗറിന്റെ ഫ്ലോറിലൊക്കെ ലാലേട്ടൻ എനിക്ക് തോന്നുന്നു 2-3 വട്ടം വന്നിട്ടുണ്ടല്ലേ? അപ്പൊ എവിടെ എങ്ങനെയാ സെറ്റിലൊക്കെ ലാലേട്ടൻ വരുമ്പോ എങ്ങനെയാ? അവിടെ പിന്നെ MG അങ്കിളും കൂടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ കളിയാക്കാം ഇഷ്ടം പോലെ. അപ്പൊ അവർ രണ്ടാളും ഭയങ്കര നമുക്കറിയുന്ന ഭയങ്കര കൂട്ടായതുകൊണ്ട് നമുക്കും ഭയങ്കര കംഫർട്ടാ. എന്നുവെച്ചാൽ വരുമ്പോഴും ഭയങ്കര ഫ്രീ ആയിട്ടല്ലേ ഉണ്ടാവുക. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ ഒരു ഇതുണ്ടെങ്കിലേ ഉള്ളൂ അയ്യോ എന്നൊരു സംഭവം. പക്ഷെ അവരെല്ലാരും പണ്ടത്തെ പോലെ തന്നെ. നിങ്ങളുടെ ഒരു ടോപ്പ് സിംഗറിന്റെ ഒരു ഫ്ലോർ ഒരു ഫുൾ വൈബാണല്ലേ? പിന്നെ അതിപ്പോ ഇത്രയും വർഷമായല്ലോ. അപ്പം നമ്മുടെ വീട്ടിലെ പോലെ തന്നെയാ. ഒരു സെക്കൻഡ് ഹോം തന്നെ പറയാം. അതന്നെ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഹോം എന്ന് പറയാം. കാരണം ഞാൻ വീട്ടിൽ നിൽക്കുന്ന കഴിഞ്ഞും കൂടുതൽ അവിടെ ഉണ്ടാവാറ്. കാരണം ഇത് എന്നും ഡെയിലി ഷോ ആയതുകൊണ്ട് എന്നും നമ്മൾ അവിടെയാണല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ ജഡ്ജസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാരും ഒന്നിച്ച് ശരിക്കും വീട് പോലെ തന്നെയാണ്. MG സാർ ആണെങ്കിൽ നിങ്ങൾക്ക് വിഷുവിനാണെങ്കിൽ കൈനീട്ടം അങ്ങനെയൊക്കെ തരുന്നു. തരും. അതൊക്കെ തന്നില്ല ഞങ്ങൾ ചോദിച്ചു വാങ്ങും. അതെ, അതിപ്പോ MG അങ്കിളായാലും ആന്റി ആയാലും അവിടെയുള്ള ബാക്കി എല്ലാ ആൾക്കാരും അവിടെ ഈ പറഞ്ഞ പോലെ ബാക്കി ആരും എന്റെ അത്ര പ്രശ്നമുള്ള ആൾക്കാരില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു വാങ്ങും. ഈ പറയുന്ന പോലെ ഡ്രസ്സ് എടുത്ത് തരാൻ, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി തരാൻ, ഇതൊക്കെ ഞാൻ ചോദിച്ചു വാങ്ങും. എനിക്ക് തോന്നുന്നു മീനൂട്ടിക്ക് ആണെങ്കിൽ കൂടുതൽ ഗിഫ്റ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ചുമ്മാ പേപ്പർ പൊതിഞ്ഞിട്ട് തന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് സന്തോഷം അതല്ല. എനിക്ക് ഇന്ന സാധനം ഗിഫ്റ്റ് തരണമെന്നില്ല. എനിക്ക് കുഞ്ഞിലെ തൊട്ടേ അങ്ങനെ എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് ആന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നാൽ എനിക്കത് ഭയങ്കര സന്തോഷമാണല്ലേ? അപ്പൊ ഈ അതിനകത്ത് നിങ്ങളുടെ ഷോ കാണാൻ വേണ്ടി വരുന്ന ഓഡിയൻസ് ഒക്കെ ഉണ്ടാവില്ല, അവരൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഓ പിന്നെ എനിക്കൊരു
2-3 പവന്റെ ഒരു വളയൊക്കെ തന്നിട്ടുണ്ട്. ആണ് അത് ഏത് സീസണിലായിരുന്നു എന്ന് മറന്നുപോയി. അതെന്റെ അടുത്ത് ഇപ്പോഴും ആൾക്കാർ ചോദിക്കും ആ വള എവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അതെനിക്ക് കുറച്ച് വലുതാണ്, അമ്മ ഇട്ടോണ്ട് നടക്കുന്നു. ഈ സീസണിലാണെങ്കിൽ നമ്മൾ ശരത്തേട്ടനെ കണ്ടില്ല. ഈ സീസണിൽ ശരത്തങ്ങളില്ല. ശരത്തങ്ങൾ കഴിഞ്ഞ സീസണിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ കുറെ തിരക്കൊക്കെ ആയിട്ട് ശരത്തങ്ങൾ വന്നാലും വിളിക്കും, സംസാരിക്കും. പക്ഷെ ഇവിടുന്ന് അങ്ങനെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു കോണ്ടാക്ട്സും ഇല്ല, അങ്ങനെയില്ല. ഇവിടെ ആരുള്ളപ്പോഴായാലും എല്ലാരുമായിട്ട് നമ്മളൊരു കൂട്ടുണ്ടാവുമല്ലോ, പിന്നെ ആണെങ്കിലും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ. അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ ഡെയിൻ ചേട്ടൻ ടോപ്പ് സിംഗർ എന്ന് പറയുമ്പോൾ മീനൂട്ടിയും ഡെയിൻ ചേട്ടനും ആണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഡെയിൻ ചേട്ടന്റെ ബർത്ത്ഡേക്ക് ആണെങ്കിൽ മീനൂട്ടി സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു വൈബൊക്കെ എങ്ങനെയാ? ഞങ്ങൾ നല്ല കുട്ടികളാണ്, അങ്ങനെ പുറത്ത് പറഞ്ഞുവിടാലോ. ഇല്ല, ഞങ്ങൾ നല്ല കുട്ടികളാണ്. ഡെയിൻചേട്ടനായാലും ഡെയിൻചേട്ടൻ ഈ സീസണിലാണ് വരുന്നത് എങ്കിൽ പോലും നമുക്ക് തന്നെ പെട്ടെന്ന് വന്നൊരു അതുപോലെ ഒന്നും ഇല്ല. എനിക്കിപ്പോ എന്താ, ഞാൻ ഡെയിൻചേട്ടനോട് എപ്പോഴും പറയും എനിക്ക് ചേട്ടന്മാരില്ലായിരുന്നു, അതുകൊണ്ട് ഡെയിൻചേട്ടൻ എന്റെ ചേട്ടനാ. അപ്പത്തേക്കും ഡെയിൻചേട്ടൻ പറയും എനിക്ക് അനിയത്തി ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ നിന്നെ കണ്ടപ്പോ എനിക്ക് റിഗ്രറ്റ് ചെയ്യുന്നേ ഇല്ല, എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു കുഴപ്പമൊഴിച്ചാൽ ഡെയിൻചേട്ടൻ ഹാപ്പിയാണ്, ഞാനും. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ആ ഒരു ടോപ്പ് സിംഗറിലെ ഫ്ലോർ അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മൂവി ചെയ്തു, പിന്നെ യൂട്യൂബ് ചാനൽ ഇല്ലേ, യൂട്യൂബ് ചാനൽ ഉണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പ്രൊമോഷൻസ് ചെയ്യുന്നു. ഇതിനൊക്കെ എവിടെ നിന്നാ കുട്ടി ടൈം കിട്ടുന്നേ? ഇങ്ങനെ പറയുമ്പോ ഭയങ്കരമായിട്ട്, പക്ഷെ അത് നമുക്ക് എനിക്കങ്ങനെ ഭയങ്കര ഇത് തോന്നാറില്ല. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ടോപ്പ് സിംഗർ ആണെങ്കിലും അതിന്റെ ഇടയ്ക്ക് ഞാൻ മൂവി ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ. പിന്നെ അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നുമില്ല, അവരെപ്പോഴും നമ്മളെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ കൺഫേം ചെയ്ത് അങ്ങനെ ഭയങ്കര ഈ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും. അതെ, മെയിൻലി ഒരു സ്നേഹമാണല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് എപ്പോഴും അവര് കുറച്ച് നന്നായിട്ട് ഇതാക്കട്ടെ എന്നല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരു ടീമാണ് ഞങ്ങൾക്കും. അതെ അതെ. സാധാരണ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു മിനിറ്റ് ഒരുപാട് നാളായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ആണ് അല്ലെ? അപ്പം സാധാരണ കുറെ നാള് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മളെ തന്നെ പൊക്കുകയും ചെയ്യും, നമ്മളെ താഴ്ത്തോട്ട് ഇടുകയും ചെയ്യും. പക്ഷെ എനിക്കൊന്ന് മീനൂട്ടി ആൾക്കാരോടുള്ള ആ ഒരു പെരുമാറ്റവും അതുകൊണ്ടായിരിക്കും ഇപ്പോഴും എല്ലാവർക്കും മീനൂട്ടിനെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ട്? സാധാരണ നമ്മളിങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് അങ്ങനത്തെ ഒന്നും ഞാൻ റിസർച്ച് ചെയ്തപ്പോഴും ഞാനും കണ്ടിട്ടില്ല. അതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇതങ്ങനെ വരാൻ വലിയ സമയമൊന്നും വേണ്ട. ചിലപ്പോ നമ്മളെ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. അപ്പൊ അത് പല പല അഭിപ്രായമാണ്. അപ്പോ എന്തെങ്കിലും പറഞ്ഞു തരുന്നതിനും അതൊക്കെ സന്തോഷമാണ് എനിക്ക്. എപ്പോഴെങ്കിലും ഒരു വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇല്ല, അങ്ങനെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടുമില്ല. എനിക്ക് ഇപ്പൊ എന്ത് ചെയ്താലും ഈ പറയുന്ന പോലെ പറഞ്ഞു തരാനും അല്ലെങ്കിൽ അത് വേണ്ടാട്ടോ അങ്ങനെയൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ട, അങ്ങനെ ചെയ്യണ്ട. അല്ലെങ്കിൽ ഇപ്പം സംസാരിക്കുന്നതിലായാലും ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കത് ഭയങ്കര നെഗറ്റീവായിട്ട് അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അത് ഇഷ്ടമാണ്. എല്ലാവരും ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരു ആളാണോ? അതെ അതെ, ഭയങ്കര നമ്മളിങ്ങനെ നോക്കുമ്പോ നമുക്ക് തോന്നുമല്ലോ. അതെ അതെ അതെ, എന്നെ ആർക്ക് വേണം പെട്ടെന്ന് പറ്റിക്കാം. എന്നാലും ചേച്ചി കൊള്ളാം. എപ്പോഴെങ്കിലും അങ്ങനെ കൈ നോക്കിയൊക്കെ പറയുന്ന പോലെ മീനൂട്ടി എല്ലാരും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ? ആണ്. എപ്പോഴെങ്കിലും ലൈക്ക് എന്താണ് ആരെങ്കിലും ഓവറായിട്ട് വിശ്വസിച്ചിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇഷ്ടംപോലെ പണി അങ്ങനൊന്നല്ല, ഇഷ്ടംപോലെ. എന്റെ ഫ്രണ്ട് അപ്പുറത്ത് ചിരിക്കുന്നു, ഞാൻ അവളുടെ അടുത്ത് തന്നെ എല്ലാ കഥകളൊക്കെ പറയാറ്. അങ്ങനെ വെച്ചാൽ അങ്ങനെ ഭീകരമായിട്ട് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നിടത്ത് അങ്ങനെയല്ല. ഞാൻ എല്ലാ ആൾക്കാരെയും എനിക്ക് ഭയങ്കര സ്നേഹം വന്നാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്കിപ്പോ ഇഷ്ടം കൂടി കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി മിണ്ടും, സംസാരിക്കും. ഞാൻ എന്റെ സമയം വേണ്ടെന്ന് വെച്ച് ഞാൻ അവർക്ക് വേണ്ടി ഇരുന്ന് സംസാരിക്കും, അങ്ങനെ ചെയ്യും. പക്ഷെ ആക്ച്വലി നമുക്ക് ഭയങ്കര കുറെ നാളായിട്ട് പരിചയമുള്ള അടുപ്പമുള്ള ആൾക്കാരല്ലെങ്കിൽ എന്റെ അമ്മ അച്ഛനെ എന്നെ ചീത്ത പറയും, ആരെ കണ്ടാലും അങ്ങ് പാവാന്ന് പറഞ്ഞു പോകും, അത് നല്ല സ്വഭാവം അല്ലാട്ടോ എന്ന് പറയും. പക്ഷെ എനിക്കത് മാറ്റണം എന്നുണ്ട്, പക്ഷെ പറ്റത്തില്ല. മേ ബി തിരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തിരിച്ച് അതേ ഒരു ബോണ്ടിങ് ആയിരിക്കണം എന്നില്ല നമ്മളുടെ അടുത്ത്. അപ്പൊ അങ്ങനെ ഇപ്പം ഞാൻ പറയുന്നൊക്കെ എന്നെ കഴിഞ്ഞ് മൂത്ത ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ. എന്നെ കഴിഞ്ഞ് വലിയ ആൾക്കാരുടെ അടുത്താണ് ഞാനിങ്ങനെ സംസാരിക്കാനായാലും ഇപ്പം എനിക്ക് ഭയങ്കര ചേച്ചി ചേട്ടൻ ഫീലൊക്കെ ആയിരിക്കും. പക്ഷെ
ഓരോരുത്തർക്കും ഇറ്റ് ഡിപ്പെൻസ് അല്ലേ, ആരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവർക്ക് പല. അതെ, അതുപോലെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു യൂട്യൂബിന്റെ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ അതെ അതെ, അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ ഒരു മീഡിയ ആയിരുന്നു ആ സമയത്ത്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, എന്നാൽ പിന്നെ ഞാനും തുടങ്ങാം, അങ്ങനെ അവരെല്ലാവരും പറഞ്ഞിട്ടാണ് ഞാനും തുടങ്ങുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളൊരു മീഡിയ, ഒരു ടീമിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അപ്പം അവരുടെ അടുത്ത് നമ്മൾ ഓക്കെ നമ്മൾ ചെയ്യാൻ വില്ലിങ് ആണെന്നുള്ള ഇതിൽ അങ്ങനെ അവരിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യായിരുന്നു. അപ്പൊ നമ്മളത് ഓക്കെ ആയി, അങ്ങനെ ചെയ്തു. പക്ഷെ അത് അത്ര നല്ല രീതിക്കല്ല മുന്നോട്ട് പോയത്. പിന്നെ അത് മാറി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നന്നായിട്ട് പോകുന്നു. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു മീനൂട്ടിന്റെ കോണ്ടന്റ്സ് ഒക്കെ ആയാലും നല്ല നല്ല ആൾക്കാർക്ക് പെട്ടെന്ന് ബോറടിക്കാതെ കോണ്ടന്റ് എപ്പോഴും നല്ല നല്ല ഫ്രഷ് കോണ്ടന്റ്സ് ആണ് ഇടുന്നത്. ആരാണ് ഇതിന്റെ പിന്നില്? കോണ്ടന്റ് ഹെഡ് ആരാണ്? ശരിക്കും അങ്ങനെ ഒരു സാധനം, ഇന്ന സാധനം നമുക്ക് വീഡിയോ എടുക്കാം അങ്ങനൊന്നും ഉണ്ടാവില്ല. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇപ്പൊ ചെന്നാൽ നമുക്ക് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്നുള്ളത്. അല്ലാതെ ഞാൻ യൂട്യൂബ് ചാനൽ ഇടാനായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ എഫോർട്ടൊന്നും ഞാൻ എടുക്കാറേ ഇല്ല. കഴിഞ്ഞ് നമ്മുടെ ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂല് വന്നപ്പോ അച്ഛന്റെ അമ്മയുടെ ലവ് സ്റ്റോറി ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എവിടെ കള്ളക്കാമുകയൊക്കെ എവിടെ? അവര് വീട്ടിലുണ്ട്. ചോട്ടാസ് രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴും യുവമിഥുനങ്ങളായിട്ട് അവരങ്ങനെ ഇരിക്കുന്നു. അല്ല, രണ്ട് ചെറിയ അവരാൾക്ക് വീട്ടിലുണ്ട്. 2 അനിയന്മാരാ എനിക്ക്. ഏറ്റവും ചെറിയ ആളിപ്പോ 5 വയസ്സ്, മറ്റാളിപ്പോ 6th പഠിക്കുന്നു. 2 ചെറിയ ആൾക്കാരാ. ഒരാള് ഒരുപാട് മൂവീസ് ഫിലിമിലൊക്കെ ഉള്ള ആളാണ്. മമ്മൂക്കാന്റെ ചെറുപ്പം ചെയ്തിട്ടുണ്ട്. അതെ, ഇപ്പൊ നമ്മുടെ കടുകണ്ണാവാന്ന് പറഞ്ഞിട്ട് മനോരഥങ്ങൾ, അതിന്റെ അകത്ത് അവനാണ് മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്തേക്കുന്നത്. ഫുൾ എന്താ പറയാ, സെലിബ്രിറ്റി ഫാമിലി. അശോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, അയ്യോ കടപ്പോയി. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യങ്ങൾ 5 വരെ ഇടുന്നുള്ളൂ. അപ്പോഴത്തേനും ആൻസർ പറയണം, പെട്ടെന്ന്. ഓക്കെ, ഒരു റാപ്പിഡ് ഫയർ പോലെയാണ്. ഓക്കെ, പെട്ടെന്ന് ചോദിക്കും, പെട്ടെന്ന് പറയണം. ഓക്കെ, ടോപ്പ് സിംഗറിൽ ഒരു ദിവസത്തെ പേയ്മെന്റ്? അയ്യോ, അതെനിക്ക് അയ്യോ, അത് ഞാൻ കൃത്യമായിട്ടൊന്ന് വീട്ടിൽ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ സിംഗിൾ ഓർ കമ്മിറ്റഡ്? 1 2. ഇതെന്താ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ? എനിക്ക് ചേട്ടൻ ക്വസ്റ്റ്യൻ. അയ്യോ, അങ്ങനെ അത് പറഞ്ഞാ പിന്നെ ഒരു ഇതില്ലല്ലോ. ഇതിപ്പോ എന്റെ അടുത്ത് എല്ലാരും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളിപ്പം നമ്മളൊരു ഡിഗ്രി ഒക്കെ ഏജ് ആയപ്പോഴത്തേക്കും എല്ലാരും നമ്മള് സിംഗിൾ ആണോ കമ്മിറ്റഡ് അങ്ങനെ ചോദിക്കത്തില്ലേ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ പിന്നെ ഒരു ഇതില്ലല്ലോ. നമുക്ക് അങ്ങനെ തോന്നിയാലോ, സിംഗിൾ ആണോ അങ്ങനെ തോന്നിയാലോ. ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വരുന്ന പ്രപ്പോസലിന് കയ്യും കണക്കും ഇല്ല. അങ്ങനൊന്നുമില്ല, സീരിയസ് ആയിട്ട് അങ്ങനൊന്നുമില്ലേ. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞത്. അല്ല, ഇൻസ്റ്റാഗ്രാം വഴി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യൂട്ട് പ്രപ്പോസൽ അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ചേട്ടനുണ്ട്, കിച്ചുവിനൊക്കെ അറിയാം, എന്റെ ഫ്രണ്ട് ആട്ടോ. ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ എന്ന് എനിക്ക് ഗുഡ് മോർണിംഗ്, ഫുഡ് കഴിക്കാൻ പോവാ റിക്വസ്റ്റിലാ കിടക്കുന്നേ. അയ്യോ, ആ ചേട്ടൻ എങ്ങനെ ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ലോ കേട്ടോ. ഒരു ചേട്ടൻ അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാ, മീനൂട്ടി ഫുഡ് കഴിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. പിന്നെ ഞാനും അച്ഛൻ അമ്മയൊക്കെ കൂടി ഇരുന്ന് വായിക്കുന്നു. രാത്രിയാകുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന്. അത് മാത്രമല്ല, വേറെ ഒന്നും ഞാനങ്ങനെ തുറന്നു നോക്കി ഞാൻ റിപ്ലൈ തരാതിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പൊ എല്ലാരും എങ്ങനെയാന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾക്ക് ആ ചേട്ടനോട് നമ്മൾ ചേട്ടാ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ആ ചേട്ടൻ നമ്മളെ അടുത്ത് എങ്ങനെയാ നിക്കാൻ നമുക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്തത്. അങ്ങനെ ഒന്നും വിചാരിക്കരുത്. അതുപോലെ ഏതെങ്കിലും വിയേർഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും പ്രപ്പോസൽസ് ഉണ്ടോ? അത് ഇപ്പൊ നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ വലിയ പാടൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ചേച്ചിക്കാണെങ്കിലും നമ്മൾ ഇപ്പൊ ഒരാൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഫോൺ എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലവ് യു മെസ്സേജ് എടുത്താൽ അവിടെ എത്തും. അല്ല ചേച്ചിക്ക് ഞാൻ ഉദ്ദേശിച്ചത് ആർക്ക് വേണമെങ്കിൽ അത് എത്താം. അതെ, ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാ. ഭയങ്കര ആത്മാർത്ഥ പ്രണയം ആവണമെന്നൊന്നും ഇല്ലല്ലോ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ കൂടെ വരുന്നത്. അത് ഇപ്പൊ ചിലര് ഫ്രണ്ട്സ് കൂടി ഇരുന്ന് വല്ല തമാശക്കും ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോ അങ്ങനെ കുറെ കാണാറുണ്ട്. അല്ലാതെ എന്റെ അടുത്ത് ഡയറക്റ്റ് വന്ന് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടൊന്നും ഇല്ല. ഇല്ലില്ല. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ കൗശിക് എന്ന് പറയുന്നത്. അതെ, അതിന്റെ കോമന്റ്സിൽ നിങ്ങൾ തമ്മിൽ ലവ് എന്താണ്? ഇല്ല, അത് ആക്ച്വലി ഞങ്ങൾ ആ സമയത്ത് ഒരു ആൽബം ഒന്നിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും കൗശിക്കും ആക്ച്വലി 6 വർഷത്തെ പരിചയമാണ്. ഞങ്ങൾ ടോപ്പ് സിംഗർ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ആൾക്കാരും, സീസൺ 1 എല്ലാ ആൾക്കാരും ഞങ്ങൾ ഇപ്പോഴും നല്ല കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചൊരു ആൽബം ചെയ്തു. അപ്പൊ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്ന ഫോട്ടോസും കമന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അടുത്തത്, കുളിക്കാതെ ഷൂട്ടിന് പോയിട്ടുണ്ടോ? ഉണ്ട്. എണ്ണാൻ പോലും ഗ്യാപ്പ് വന്നില്ല.
അയ്യേ ഇത് ഇവന്റെ അമ്മനെ കാണുന്ന. അടുത്തത്, ഇൻസ്റ്റയിലെ Q&Aയിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല ഉണ്ട് ഉണ്ട് എന്തിനു അതൊന്നും പറയാം, അത് പറഞ്ഞാൽ പറ്റത്തില്ല.